ധനത്തെക്കുറിച്ചും പണത്തെക്കുറിച്ചും ധനസമ്പാദനത്തെക്കുറിച്ചും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ നാം ആർജിച്ച വിവരങ്ങൾ അപര്യാപ്തമായിരുന്നു, വളരെ പരിമിതമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. 1997 റോബർട്ട് കിയോസക്കി എന്ന അമേരിക്കക്കാരൻ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്. വായനക്കാർക്കിടയിൽ ഇപ്പോഴും വളരെ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമാണത്. വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലർ. ഏകദേശം 50 മുകളിൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട ആ പുസ്തകം, 32 മില്യണിലധികം ആഗോളതലത്തിൽ കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട ആ പുസ്തകം, അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അതുകൊണ്ടാണ് വായനക്കാർക്കിടയിൽ അത് ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമായിട്ട് നിലനിൽക്കുന്നത്, ഇഷ്ടപ്പെട്ട ഒരു പുസ്തകമായിട്ട് നിലനിൽക്കുന്നത്. റിച്ച് ഡാഡ് പുവർ ഡാഡ്. നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ കേട്ടിട്ടുണ്ടാവും, ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. മലയാളത്തിലും ലഭ്യമാണ് ആ പുസ്തകം. ആ പുസ്തകത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ ലിറ്ററസി, ഫൈനാൻഷ്യൽ എഡ്യൂക്കേഷൻ എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ പ്രസക്തമാണ് എന്നുള്ളത് ആ പുസ്തകം നമുക്ക് കാണിച്ചു തരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട പ്രസക്ത ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. എഫ് തിങ്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. റോബർട്ട് കിയോസക്കി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ 2 അച്ഛന്മാരെ പരിചയപ്പെടുത്തുന്നു. പുവർ ഡാഡ് ആൻഡ് റിച്ച് ഡാഡ്. ദരിദ്രനായ പിതാവും ധനികനായ പിതാവും. പുവർ ഡാഡ്, ദരിദ്രനായ പിതാവ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛനാണ്, അതായത് ബയോളജിക്കൽ ഫാദർ. അദ്ദേഹം വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ജോലി ചെയ്യുന്നു, പണം സമ്പാദിക്കുന്നു, അത് സേവ് ചെയ്യുന്നു. ബട്ട് ഫിനാൻഷ്യലി സ്ട്രഗിൾസ്, സാമ്പത്തികമായ പ്രയാസങ്ങൾ അദ്ദേഹത്തിനുണ്ട്. രണ്ടാമത് പ്രതിപാദിച്ച റിച്ച് ഡാഡ് അല്ലെങ്കിൽ ധനികനായ പിതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അച്ഛനാണ്. അദ്ദേഹം അത്രത്തോളം പഠിച്ച വ്യക്തിയല്ല, പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ബിസിനസ് സ്വന്തമായിട്ടുണ്ട്, അദ്ദേഹം പണം സമ്പാദിക്കുന്നു. ഹി ക്രിയേറ്റ്സ് വെൽത്ത്. പണം അല്ലെങ്കിൽ സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരാൾ വിദ്യാസമ്പന്നനാണ്, പക്ഷേ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്നു. രണ്ടാമത്തെ ആൾ അധികം പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷേ അദ്ദേഹം പണം സമ്പാദിക്കുന്നു, പണം അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത്, ഒരാൾ ജോലി ചെയ്യുന്നത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടും മറ്റേ ആളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി പണം ജോലി ചെയ്യുന്നു എന്നുള്ളതുമാണ്. മണി വർക്ക്സ് ഫോർ ഹിം. രണ്ടാമത്തെ റിച്ച് ഡാഡ് കാറ്റഗറിയിൽപ്പെട്ട ആൾ. മറ്റേ ആൾ ഹി വർക്ക്സ് ഫോർ മണി, ഫോർ ഏണിങ് മണി. ഈ 2 ഡിഫറൻസുമാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഗതി, നമ്മളുടെ ട്രഡീഷണൽ വിദ്യാഭ്യാസം എത്രത്തോളം പരിമിതമാണ്, നമുക്ക് ഫൈനാൻഷ്യൽ വിസ്ഡം തരുന്നതിനും ഫൈനാൻഷ്യലി എഡ്യൂക്കേറ്റ് ചെയ്യുന്നതിനും എത്രത്തോളം പരിമിതമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം. ഈ പുസ്തകത്തിൽ പറയുന്ന 4-5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കാം. ഒന്ന്, അദ്ദേഹം പറയുന്നത് ദ റിച്ച് ഡോണ്ട് വർക്ക് ഫോർ മണി. ധനികനായ ഒരാൾ പണത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും പണിയെടുക്കില്ല. നമുക്കറിയാവുന്നതാണ്, സാധാരണ ജനങ്ങൾ സാധാരണ പണിയെടുക്കുന്നത് പണം സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ ദിവസവും പണിക്ക് പോകും, അവർക്ക് അതിനുള്ള കൂലി ലഭിക്കും. എന്നാൽ നേരെ തിരിച്ച് ധനികനായൊരു വ്യക്തി അയാൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് പണമാണ്. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും അതേപോലെ ബിസിനസ് ബിൽഡ് ചെയ്യുന്നതിൻ്റെയും പ്രസക്തി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, വി മസ്റ്റ് തിങ്ക് ലൈക്ക് ആൻ ഇൻവെസ്റ്റർ, നോട്ട് ജസ്റ്റ് ആൻ എംപ്ലോയി. ഒരു സാധാരണ പണിക്കാരനെ പോലെ ചിന്തിക്കാതെ ഒരു ഇൻവെസ്റ്റർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പരിവർത്തനം സാധ്യമാകൂ എന്നാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ പ്രസക്തമായ സംഗതി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞത് അസറ്റും ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനാണ്. അദ്ദേഹം പറയുന്നത്, റിച്ച് ഡാഡ് അല്ലെങ്കിൽ ധനികനായ പിതാവ് എപ്പോഴും ചിന്തിക്കുന്നത് അസറ്റുകളെ കുറിച്ചാണ്. അസറ്റുകൾ പോക്കറ്റിലേക്ക് എങ്ങനെ പൈസ കൊണ്ടുവരും എന്നതിനെ കുറിച്ചാണ്. കാരണം അസറ്റുകളും ലയബിലിറ്റികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും അതാണ്. അസറ്റുകൾ എപ്പോഴും പോക്കറ്റിലേക്ക് പൈസ കൊണ്ടുവരുമ്പോൾ ലയബിലിറ്റികൾ നമ്മളുടെ പോക്കറ്റിൽ നിന്നും പൈസ പുറത്തേക്ക് കൊണ്ടുപോകും. ലയബിലിറ്റീസ് ടേക്ക് മണി ഔട്ട്, വേർ അസറ്റ്സ് പുട്ട് മണി ഇൻ യുവർ പോക്കറ്റ്. അപ്പോൾ അത് എപ്പോഴും ധനികനായ ഒരു പിതാവ് ഫോക്കസ് ചെയ്യുന്നത് ബൈയിങ് അസറ്റ്സിലാണ്, നോട്ട് ലയബിലിറ്റീസ്. അദ്ദേഹം എപ്പോഴും വാങ്ങിക്കുന്നത് അസറ്റുകളായിരിക്കും, ലയബിലിറ്റികൾ അദ്ദേഹം പൂർണ്ണമായിട്ട് ഒഴിവാക്കുമെന്നാണ് ഈ പുസ്തകത്തിൽ റോബർട്ട് കിയോസക്കി പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതിയെക്കുറിച്ചാണ്. അതായത് സ്കൂളുകൾ എപ്പോഴും നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് ഒരു ജോലി സമ്പാദിക്കുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു ജോലി ലഭിക്കുന്നതിന് അതുവഴി എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമാണ്. പക്ഷേ ഒരിക്കലും ഫൈനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വെൽത്ത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചോ നമ്മളുടെ വിദ്യാഭ്യാസം, ഫോർമൽ വിദ്യാഭ്യാസം നമ്മളെ പഠിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത്, എപ്പോഴും ഒരു പുവർ ഡാഡ് ചിന്തിക്കുന്നത് സ്കൂളിൽ പോകുക, നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ജോലി കരസ്ഥമാക്കുക എന്നുള്ളതാണ്.
പക്ഷേ ഒരു റിച്ച് ഡാഡ് എപ്പോഴും ചിന്തിക്കുക വെൽത്ത് എങ്ങനെ ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചായിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമ്മളെ റിച്ച് ആക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ലിറ്ററസി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അക്കാഡമിക് ഡിഗ്രിയേക്കാളും അല്ലെങ്കിൽ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ, ഫിനാൻഷ്യൽ വിസ്ഡം, ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറയുന്ന കാര്യം. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം പവർ ഓഫ് പാസീവ് ഇൻകം അല്ലെങ്കിൽ പാസീവ് ഇൻകത്തെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമാണ്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇഫ് യു സ്റ്റോപ്പ് വർക്കിംഗ് ഡസ് യുവർ ഇൻകം സ്റ്റോപ്പ്? നിങ്ങൾ ജോലിക്ക് ഒരു ദിവസം പോകാതിരുന്നാൽ നിങ്ങളുടെ വരുമാനത്തെ അത് ബാധിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആളുകൾ അവർക്ക് എപ്പോഴും പാസീവായിട്ടുള്ള ഇൻകം ഉണ്ടാകും. റിച്ച് പീപ്പിൾ ബിൽഡ് പാസീവ് ഇൻകം. അവർ സ്റ്റോക്കിലും റിയൽ എസ്റ്റേറ്റിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും, ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കും. അതുകൊണ്ട് തന്നെ അവരൊരു ദിവസമോ ഒരു മാസമോ ഒരു വർഷമോ ജോലിക്ക് പോയില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പണത്തിൽ യാതൊരുവിധ കുറവും വരുന്നില്ല. കാരണം അവരല്ല പണിയെടുക്കുന്നത്, അവർ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷാണ് അവർക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ വരുമാനം വർദ്ധിക്കുന്ന രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പൈസയെ ഉപയോഗപ്പെടുത്താൻ. ബിൽഡ് ഇൻകം ദാറ്റ് കീപ്സ് ഗ്രോയിങ് ഈവൻ വെൻ യു സ്ലീപ്പ്. അതാണ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസ്. നിങ്ങൾക്ക് റിച്ച് ആകണമോ, നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴും നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കണം. പിന്നീട് അദ്ദേഹം പറയുന്ന ഒരു പ്രസക്തമായ സംഗതി എന്ന് പറയുന്നത് ടാക്സിനെ കുറിച്ചും ബിസിനസ്സിനെ കുറിച്ചുമാണ്. ടാക്സിൻ്റെ രഹസ്യങ്ങൾ, രഹസ്യ സ്വഭാവം, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് സാധാരണ ജനങ്ങൾ എപ്പോഴും അവർക്ക് സാലറി ലഭിക്കുന്നു, ടാക്സ് കൊടുക്കുന്നു, ബാക്കിയുള്ളത് സ്പെൻഡ് ചെയ്യുന്നു. ഡിസ്പോസബിൾ ഇൻകം എന്നാണ് നമ്മൾ പറയുക. അതായത് ടാക്സ് കട്ടിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു സാലറി, നമുക്ക് ചിലവാക്കാൻ പറ്റുന്ന ആ ഒരു സാലറി, അതാണ് നമ്മളുടെ സാലറി എന്ന് പറയുന്നത്. എന്നാൽ ധനികരായ ആളുകൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിലാണ്. അവർ ബിസിനസ് നടത്തുന്നു, പണം സമ്പാദിക്കുന്നു, ചെലവഴിക്കുന്നു. അവരുടെ ചെലവ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യലാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ടാക്സിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു, അല്ലെങ്കിൽ ടാക്സ് റിബേറ്റുകൾ ലഭിക്കുന്നു. ഫർദർ ഇൻവെസ്റ്റ് ചെയ്യാനും ഫർദർ പണം സമ്പാദിക്കാനും അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. കാരണം അവർ ടാക്സിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ടാക്സ് പരമാവധി കുറക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ധനം ഏത് രീതിയിൽ ചെലവഴിക്കണം എന്നതിനെക്കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ദേ ഇൻവെസ്റ്റ് ആൻഡ് സ്പെൻഡ് സ്ട്രാറ്റജിക്കലി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടാക്സസ് ക്യാൻ ഹെൽപ്പ് യു ഗ്രോ വെൽത്ത് ഫാസ്റ്റർ. ടാക്സിനെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ വെൽത്ത് വളരെ വേഗതയിൽ വളർത്താൻ നിങ്ങളെ അത് സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം അത് തന്നെയാണ്, വിച്ച് മൈൻഡ് സെറ്റ് ഡു യു ഫോളോ? ആരുടെ മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? ദരിദ്രനായ പിതാവിൻ്റെ മൈൻഡ് സെറ്റാണോ, അതോ ധനികനായ പിതാവിൻ്റെ വെൽത്ത് ബിൽഡിംഗ് മൈൻഡ് സെറ്റാണോ? ഏതാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എഫ്തിങ്ക് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടോപ്പിക്കുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.